ഈജിപ്തിനെതിരെ ലാസ്റ്റ് 20 മിനിറ്റ്സിലെ ആ പെർഫോമൻസ്, വാട്ട് എ കം ബാക്ക്. കേപ്പവർദ്ധക്കെതിരെയുള്ള എക്സ്ട്രാ ടൈമിലെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ്. ഈ രണ്ട് മാച്ചിലും അർജൻറ്റീന വളരെ ഗംഭീരമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ബട്ട് മൈ ക്വസ്റ്റ്യൻ ടു അർജൻറ്റീന ഫാൻസ് ഈസ്, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് പെർഫോമൻസ് ഓഫ് അർജൻറ്റീനൻ ടീം? ഒബ്വിയസ്ലി ഐ എം നോട്ട്. അർജൻറ്റീന വേൾഡ് നമ്പർ 3 ആണ്. ആ നമ്പർ 3യിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കളി അർജൻറ്റീന പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അർജൻറ്റീന ഇതുവരെ നേരിട്ട ഒരു ടീം പോലും ടോപ്പ് 20 റാങ്കിങ്ങിനുള്ളിൽ വരുന്ന ടീമല്ല. എന്നിട്ട് പോലും അർജൻറ്റീന ഈ നോക്കൗട്ട് സ്റ്റേജസിൽ ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അർജൻറ്റീന ഈസ് ഡിപ്പെൻഡിങ് ടു മച്ച് ഓൺ മെസ്സി. മെസ്സിയെ കൂടുതലായിട്ട് അർജൻറ്റീന ആശ്രയിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിലേക്ക് കളി മെനയാൻ വേണ്ടിയിട്ട് മെസ്സി പുറകിലോട്ട് വരിക, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ ഫോം ഔട്ടാണ്. അൽവാരസ് ആണെങ്കിലും മാർട്ടിനസ് ആണെങ്കിലും എല്ലാവരും അവരുടെ ആ ഒരു നിലവാരത്തിനൊത്തുള്ള പെർഫോമൻസ് അല്ല ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വാർട്ടർ ഫൈനൽ കളിക്കേണ്ടത് സ്വിറ്റ്സർലാൻഡുമായിട്ടാണ്. സ്വിറ്റ്സർലാൻഡ് ഈ അർജൻറ്റീന പോലെ ടോപ്പിൽ നിൽക്കുന്ന ടീമൊന്നുമല്ല. എന്നാലും ഇതേ ഒരു ഗെയിം പ്ലേയും വെച്ചാണ് സ്വിറ്റ്സർലാൻഡിനെ അർജൻറ്റീന നേരിടുന്നതെങ്കിൽ ജയിക്കാൻ കുറച്ച് കഷ്ടപ്പെടും.